യുവതലമുറയെ ആകർഷിക്കുന്ന വിധത്തിൽ ഖാദി ഉൽപ്പന്നങ്ങൾ ലഭ്യമാക്കുക എന്നത് പ്രധാനപ്പെട്ട കാര്യമാണെന്ന് മന്ത്രി പി പ്രസാദ്. ആധുനികവൽക്കരണത്തിനനുസരിച്ചുള്ള മാറ്റം എല്ലാ മേഖലയിലും അനിവാര്യമാണെന്നും മന്ത്രി പറഞ്ഞു. ഖാദിയുടെ ഖ്യാതിക്കായി നടപ്പാക്കുന്ന പദ്ധതികൾക്ക് സർക്കാർ പിന്തുണ നൽകുമെന്നും മന്ത്രി പറഞ്ഞു. ഓണം ഖാദി മേളയുടെ ആലപ്പുഴ ജില്ലാതല ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി. വൈവിധ്യമാർന്ന രീതികളിലൂടെ നമ്മുടെ ഖാദി ഉൽപ്പന്നങ്ങളെ എത്തിക്കാൻ കഴിയുമെന്നുള്ളത് ഇപ്പോഴത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നേട്ടമായി തന്നെയാണ് കാണുന്നത്. അതെങ്ങനെയായിരിക്കണം എന്നുള്ളതിനെക്കുറിച്ച് ആലോചിച്ച അവസരത്തിലാണ് അത് പരമ്പരാഗതമായ ശൈലിയിലേക്കൊന്നും മാത്രമായി മാറിയാൽ പോരാ എന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫാഷൻ ടെക്നോളജിയുമായി സഹകരിച്ചുകൊണ്ടാണ് ഞാൻ ചോദിച്ചവരോട് എങ്ങനെയാണ് ഇതിൻ്റെ എല്ലാം രീതിയെല്ലാം പരമ്പരാഗതമായ രീതിയിൽ കുറേ രീതികൾ കാണുക എന്നുള്ളത് മാത്രമല്ല, അവിടെയാണ് ആധുനിക കാലത്തിൻ്റെ രീതികൾ കണക്കിലെടുത്തുകൊണ്ടുള്ള ഈ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫാഷൻ ടെക്നോളജി അത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സ്ഥാപനമാണ്. അപ്പോൾ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫാഷൻ ടെക്നോളജിയുമായി സഹകരിച്ചുകൊണ്ട് അവരുടെ അഭിപ്രായങ്ങൾ കൂടി കണക്കിലെടുത്തുകൊണ്ട് ഇന്ന് നമ്മളുടെ ഖാദി ബോർഡ് അതിൻ്റെ പ്രവർത്തനത്തിൽ ഡിസൈനിങ്ങിലൊക്കെ മാറ്റം വരുത്തിയിരിക്കുന്നു എന്നുള്ളത് അങ്ങേയറ്റം സന്തോഷകരമായ കാര്യമാണ്. അപ്പോൾ ഒരു പുതിയ തലമുറയെ നന്നായി ആകർഷിക്കാൻ കഴിയും, ഒരുപാട് മേഖലകളിലേക്ക് കടന്നു ചെല്ലാൻ കഴിയും. തദ്ദേശീയമായ ഉൽപ്പന്നങ്ങൾ കൂടുതൽ ഉൽപ്പാദിപ്പിച്ച് അതിന് വിപണി കണ്ടെത്തുക എന്നുള്ളൊരു പ്രധാനപ്പെട്ട കാര്യമായിട്ട് ഇന്ന് ഖാദി ബോർഡ് കണക്കാക്കുന്നുണ്ട്. ചെന്നൈ IIT തയ്യാറാക്കിയ മാസ്റ്റർ പ്ലാൻ അനുസരിച്ചുള്ള പദ്ധതികളാണ് ഇപ്പോൾ നടപ്പാക്കുന്നത്. ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫാഷൻ ടെക്നോളജിയുമായി സഹകരിച്ച് ഖാദി വസ്ത്രങ്ങളുടെ ഡിസൈനിങ്ങിൽ മാറ്റം വരുത്തിയത് സന്തോഷകരമായ കാര്യമാണെന്നും മന്ത്രി പറഞ്ഞു. തദ്ദേശീയമായി ഉൽപ്പാദിപ്പിക്കുന്ന ഉൽപ്പന്നങ്ങൾക്ക് വിപണി കണ്ടെത്തുക എന്നത് പ്രധാനപ്പെട്ട കാര്യമാണ്. സർക്കാർ ഇക്കാര്യത്തിൽ അനുഭാവപൂർവമായ നിലപാടാണ് സ്വീകരിച്ചിരിക്കുന്നതെന്നും മന്ത്രി വ്യക്തമാക്കി. തൊഴിലാളികൾക്ക് വളരെ വേഗത്തിൽ ആനുകൂല്യം ലഭിക്കുന്നതിനുള്ള നടപടി ഉണ്ടാകുമെന്നും മന്ത്രി പറഞ്ഞു. ജില്ലാ ഖാദി ഓഫീസിൽ നടന്ന ചടങ്ങിൽ H. സലാം MLA അധ്യക്ഷനായിരുന്നു. ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് NS ശിവപ്രസാദ് ആദ്യ വിൽപ്പന നിർവഹിച്ചു. നഗരസഭാ കൗൺസിലർ B. അജേഷ്, ഖാദി ബോർഡ് അംഗം KS രമേശ് ബാബു, ജില്ലാ ഇൻഫർമേഷൻ ഓഫീസർ KS സുമേഷ്, ബിജു കുര്യൻ, M. മഞ്ജു, S. പാർവതി തുടങ്ങിയവർ പങ്കെടുത്തു. ഓഗസ്റ്റ് 8 മുതൽ സെപ്റ്റംബർ 14 വരെയാണ് ഓണം ഖാദി മേള സംഘടിപ്പിച്ചിരിക്കുന്നത്. വീണ്ടും കരിമണൽ ഖനനത്തിന് നീക്കം ആരംഭിച്ച തോട്ടപ്പള്ളിയിൽ സമരം പ്രഖ്യാപിച്ചുകൊണ്ട് കോൺഗ്രസ് കൊടികുത്തി. മണൽ കടത്താൻ ഒരു തരത്തിലും അനുവദിക്കില്ലെന്ന് സമരം ഉദ്ഘാടനം ചെയ്ത് KPCC രാഷ്ട്രീയകാര്യ സമിതി അംഗം അഡ്വക്കേറ്റ് M. ലിജു. തോട്ടപ്പള്ളിയിൽ ഖനനം പാടില്ല 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 കരിമണൽ ഖനനം പാടില്ല. പ്രളയത്തിന്റെ പേരിൽ തോട്ടപ്പള്ളിയിലെ പൊഴിമുറിക്കൽ പ്രക്രിയയുടെ ഭാഗമായി കഴിഞ്ഞ കാലങ്ങളിൽ നടത്തിയ മണൽ കടത്തുമൂലം വലിയ തോതിലുള്ള തീരശോഷണമാണ് സംഭവിക്കുന്നത്. തീരശോഷണം കടലോര ജനതയുടെ വീടും ഭൂമിയും തകർക്കുന്നു എന്ന് മാത്രമല്ല, കുടിവെള്ള സ്രോതസ്സിനെയും ഊരുവെള്ളം കയറി കൃഷിനാശത്തിനും ഇടയാക്കുന്നുണ്ട്. ആയിരക്കണക്കിന് ലോഡ് മണലാണ് IRE, KMML എന്നീ പൊതുമേഖലാ സ്ഥാപനങ്ങളെ മുന്നിൽ നിർത്തി തോട്ടപ്പള്ളിയിൽ നിന്നും എടുത്തുമാറ്റിയത്. തോട്ടപ്പള്ളിയിലെ കരിമണൽ ഖനനം സംബന്ധിച്ച് മുഖ്യമന്ത്രിക്കും മകൾ വീണ വിജയനും നേരെ ആരോപണം ഉയർന്ന സാഹചര്യത്തിലും വയനാട് ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിലും മണൽ കടത്താൻ ഒരു തരത്തിലും അനുവദിക്കില്ലെന്ന് കൊടികുത്തൽ സമരം ഉദ്ഘാടനം ചെയ്ത് KPCC രാഷ്ട്രീയകാര്യ സമിതി അംഗം അഡ്വക്കേറ്റ് M. ലിജു പറഞ്ഞു. കോഴ വാങ്ങിയത്, മാസപ്പടി വാങ്ങിയത് ഈ തീരത്തെ വിറ്റുകൊണ്ടാണ്. ഇവിടെ നിന്ന് കൊണ്ടുപോകുന്ന ഓരോ 6 ലോഡ് മണ്ണിനും 50 ലക്ഷത്തിൽ പരം രൂപയുടെ ലാഭമാണ് കരിമണൽ കമ്പനിക്ക് ലഭിക്കുന്നത്. അതിന്റെ ലാഭവിഹിതം വളരെ കൃത്യമായി സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രിയും അദ്ദേഹത്തിന്റെ കുടുംബവും കൈപ്പറ്റുന്നു. അതുകൊണ്ട് എന്ത് വില കൊടുത്തും ഈ തീരത്തെ കവർന്നെടുക്കാനാണ് അവർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവിടെ ഇപ്പൊ നടക്കുന്നത് എന്താ? ഡിസാസ്റ്റർ മാനേജ്മെന്റിന്റെ പേരിൽ പൊഴി മുറിക്കണം. നമുക്കതിന് ആരും എതിരല്ല. പൊഴി മുറിക്കണം, വെള്ളം കടന്നത് വർഷങ്ങളെ നടക്കുന്ന ഒരു പ്രക്രിയയാണ്. പക്ഷെ പൊഴി മുറിക്കാൻ എന്ന പേരിൽ കടലിനുള്ളിൽ നിന്ന് വരെ കരിമണൽ കോരിയെടുക്കുക, യന്ത്രക്കൈകൾ കൊണ്ട് കോരിയെടുക്കുന്ന സീ വാഷിങ്ങിന്റെ ലോജിക്ക് എന്താണ്? അതിന്റെ അടിസ്ഥാനം എന്താണ്? ഇവിടെ കൂട്ടിവെച്ചിരിക്കുന്ന മണൽ മലകൾ, ഈ മലകൾ നേരെ ചവറയിലേക്ക് കൊണ്ടുപോയി അവിടെ ഈ മണൽ ഖനനത്തിലും അതുവഴി ധാതുമണൽ ഉത്പാദിപ്പിച്ച് കരിമണൽ കമ്പനിയെ കൊഴുപ്പിക്കാം എന്ന ഉത്തരവാദിത്വം സംസ്ഥാന മുഖ്യമന്ത്രി ഏറ്റെടുത്തിരിക്കുന്നത് പണത്തിന്റെ പേരിൽ മാത്രമല്ലേ? ഇവിടെ ഭരിക്കുന്ന രാഷ്ട്രീയ പാർട്ടിയാണ് CPM. ഇവിടുത്തെ ജനപ്രതിനിധികളും CPM-ന്റേതാണ്. എന്നാൽ ഇവർക്കാർക്ക് മിണ്ടാട്ടമില്ലേ? കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് TA ഹമീദിന്റെ അധ്യക്ഷതയിലായിരുന്നു സമര പരിപാടികൾ. MH വിജയൻ, AR കണ്ണൻ തുടങ്ങിയവർ സംസാരിച്ചു.
പൊഴി മുറിക്കാൻ എതിരല്ലെന്നും മണൽക്കടത്ത് തടയുമെന്നും വയനാട് പോലെ തോട്ടപ്പള്ളിയെ ദുരന്തമുഖമാക്കാൻ അനുവദിക്കില്ലെന്നും എഴുതിയ അനേകം പോസ്റ്ററുകളും കോൺഗ്രസ് ബ്ലോക്ക് കമ്മിറ്റിയുടെ പേരിൽ സമരക്കാർ പ്രദേശത്ത് പതിച്ചു. മുട്ടാർ ഗ്രാമപഞ്ചായത്തിൽ UDF സ്ഥാനാർത്ഥികളായി കേരള കോൺഗ്രസിൽ നിന്ന് വിജയിച്ച ശേഷം കൂറുമാറിയ 2 അംഗങ്ങളെ സംബന്ധിച്ച് ഇലക്ഷൻ കമ്മീഷൻ പുതിയ വിധി പുറപ്പെടുവിക്കണമെന്ന് കേരള ഹൈക്കോടതി. വിധി 6 ആഴ്ചയ്ക്കുള്ളിൽ വേണമെന്നും നിർദ്ദേശം. കൂറുമാറ്റ നിയമപ്രകാരം മുട്ടാർ പഞ്ചായത്ത് അംഗങ്ങളായ ബോബൻ ജോസ്, ലിനി ജോളി എന്നിവരെ അയോഗ്യരാക്കണമെന്നാവശ്യപ്പെട്ട് കേരള കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് ജേക്കബ് എബ്രഹാമാണ് ഇലക്ഷൻ കമ്മീഷന് പരാതി നൽകിയത്. മുട്ടാർ ഗ്രാമപഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ UDF മുന്നണിയിൽ കേരള കോൺഗ്രസ് സ്ഥാനാർത്ഥികളായി മത്സരിച്ച് വിജയിച്ച ശ്രീ ബോബൻ ജോസും ലിനി ജോളിയും പാർട്ടി വിപ്പ് ലംഘിച്ച് ഇടതുപക്ഷത്തോട് ചേർന്നത് കൂറുമാറ്റ നിയമപ്രകാരം അയോഗ്യരാക്കപ്പെടുവാൻ തക്കവണ്ണമുള്ള തെറ്റാണെന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഇലക്ഷൻ കമ്മീഷന് കേസ് ഫയൽ ചെയ്തിരുന്നു, കേസ് കൊടുത്തു. എന്നാൽ വളരെ വിചിത്രമെന്ന് പറയുന്നൊരു വാദം ഉന്നയിച്ചുകൊണ്ടാണ് ഇലക്ഷൻ കമ്മീഷൻ കേസ് തള്ളിക്കളഞ്ഞത്. കേരള കോൺഗ്രസിനെ അംഗീകൃത പാർട്ടിയായി കണക്ക് വെക്കാൻ നിവൃത്തിയില്ല എന്നും അതുകൊണ്ട് തന്നെ കൂറുമാറ്റ നിയമം ബാധകമല്ല എന്നും പറഞ്ഞുകൊണ്ടാണ് കേസ് തള്ളിയത്. ഇതേ ഇലക്ഷൻ കമ്മീഷൻ തന്നെയാണ് കേരള കോൺഗ്രസ് പാർട്ടിയെ അംഗീകൃത പാർട്ടിയായി അംഗീകരിക്കുകയും ചെണ്ടച്ചിഹ്നം അനുവദിക്കുകയും ചെയ്തത്. ആ ഇലക്ഷൻ കമ്മീഷൻ തന്നെ അതിനെ തള്ളി പറഞ്ഞപ്പോൾ അതിനകത്തുണ്ടായിട്ടുള്ള ദുരൂഹതയുടെ അടിസ്ഥാനത്തിൽ ഹൈക്കോടതിയിൽ അപ്പീൽ നൽകുകയുണ്ടായി. ഹൈക്കോടതി അപ്പീലിൽ വളരെ വിശദമായ വാദം കേട്ടതിന് ശേഷം കേരള കോൺഗ്രസ് പാർട്ടി അംഗീകൃത പാർട്ടിയാണെന്നും അതിനാൽ തന്നെ കൂറുമാറ്റ നിയമം ബാധകമാണെന്നും കണ്ടെത്തുകയും അതിനാൽ ഈ വിധിയുടെ അടിസ്ഥാനത്തിൽ 6 ആഴ്ചയ്ക്കുള്ളിൽ പുതിയ വിധി, വാദം കേട്ട് പുതിയ വിധി പ്രഖ്യാപിക്കണമെന്ന് ഇലക്ഷൻ കമ്മീഷന് നിർദ്ദേശം കൊടുക്കുകയും ചെയ്തിരിക്കുകയാണ്. കേരള കോൺഗ്രസ് അംഗീകൃത പാർട്ടിയല്ലെന്ന് ചൂണ്ടിക്കാണിച്ച് ഇലക്ഷൻ കമ്മീഷൻ കേസ് തള്ളിക്കളഞ്ഞിരുന്നു. തുടർന്ന് ഹൈക്കോടതിയിൽ അപ്പീൽ നൽകുകയുണ്ടായി. കേരള കോൺഗ്രസ് അംഗീകൃത പാർട്ടിയാണെന്നും ഇത് സംബന്ധിച്ച് പുതിയ വിധി ഇലക്ഷൻ കമ്മീഷൻ പുറപ്പെടുവിക്കണമെന്നുമാണ് ഹൈക്കോടതിയുടെ നിർദ്ദേശം. കൂറുമാറ്റ നിരോധന നിയമം ഇവിടെ ബാധകമാകും എന്ന നിഗമനമാണ് തനിക്കുള്ളതെന്നും അഡ്വക്കേറ്റ് ജേക്കബ് എബ്രഹാം പറഞ്ഞു. യഥാർത്ഥ സ്വാതന്ത്ര്യത്തിന്റെ ഗുണങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുന്നത് BJP സർക്കാരാണെന്ന് പാർട്ടി സംസ്ഥാന സെക്രട്ടറി അഡ്വക്കേറ്റ് പന്തളം പ്രതാപൻ. രാജ്യം സ്വാതന്ത്ര്യദിനം ആഘോഷിക്കുമ്പോൾ കോൺഗ്രസ് ഭാരതത്തെ കീറിമുറിച്ച വിഭജന സ്മരണയിലാണെന്നും അദ്ദേഹം പറഞ്ഞു. സ്കൂളുകളിലും അങ്കണവാടികളിലും സർക്കാർ സ്ഥാപനങ്ങളിലും മാത്രം നടന്നിരുന്ന സ്വാതന്ത്ര്യ ദിനാഘോഷം എല്ലാ വീടുകളിലേക്കും വ്യാപിപ്പിച്ചത് നരേന്ദ്രമോദി സർക്കാർ രാജ്യത്ത് അധികാരത്തിലെത്തിയ ശേഷമാണെന്ന് അഡ്വക്കേറ്റ് പന്തളം പ്രതാപൻ പറഞ്ഞു. അമ്പലപ്പുഴയിൽ BJP ജില്ലാ നേതൃയോഗം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. യഥാർത്ഥത്തിൽ ഇന്ത്യൻ ഭരണഘടനയെ ഒരു തരത്തിലും മാനിക്കാത്തവരാണ് കോൺഗ്രസ് എന്ന് ഈ രാജ്യം ഭരിച്ച ദീർഘനാൾ ഈ രാജ്യം ഭരിച്ച കോൺഗ്രസിന്റെ ഭരണത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിഞ്ഞിട്ടുണ്ട്. പക്ഷേ ഞങ്ങളാണ് യഥാർത്ഥ ഭരണഘടനയുടെ സംരക്ഷകരെന്ന് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിക്കുന്ന ഈ കാലയളവിലാണ് നമ്മൾ നിവർണമതായി രാജ്യത്തിന്റെ സ്വാതന്ത്ര്യവും ഒപ്പം വിഭജനത്തിന്റെ തീവ്രതയും ജനങ്ങളിലേക്ക് എത്തിക്കുവാനും അവർക്കതിന്റെ സ്മരണയിലേക്ക് കൊണ്ടുപോകാനുള്ള പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകുന്നത്. നമുക്കറിയാം, അടിയന്തരാവസ്ഥയുടെ വാർഷികം നമ്മുടെ രാജ്യത്തിന്റെ ഒരു ഭാഗമായി മാറ്റുവാൻ ഗവൺമെന്റ് തീരുമാനമെടുത്തപ്പോൾ എന്താ കോൺഗ്രസ് ഇവിടുത്തെ പ്രതിപക്ഷ കക്ഷികളും പ്രത്യേകിച്ച് CPM ഉൾപ്പെടെയുള്ള ആളുകൾ പറഞ്ഞതെന്താണ് നമ്മൾ കേട്ടു. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തെ തള്ളിപ്പറഞ്ഞ CPM പോലും ഇന്ന് കോൺഗ്രസിന്റെ ചതിക്കുഴിയിൽ വീണിരിക്കുന്നു. BJP ആലപ്പുഴ ജില്ലാ പ്രസിഡന്റ് MP ഗോപകുമാർ യോഗത്തിൽ അധ്യക്ഷത വഹിച്ചു. സ്വാതന്ത്ര്യ ദിനാഘോഷങ്ങളുടെ ഭാഗമായി ജില്ലയിൽ BJPയുടെ നേതൃത്വത്തിൽ വിവിധങ്ങളായ പരിപാടികൾ നടത്തുവാൻ തീരുമാനിച്ചു. വീടുകളിലും സ്ഥാപനങ്ങളിലും പതാക ഉയർത്തൽ, ത്രിവർണ്ണ യാത്രകൾ, ബൈക്ക് റാലികൾ, പദയാത്ര, വിഭജനത്തിന്റെ കറുത്ത ദിനങ്ങൾ ഓർമ്മപ്പെടുത്തിക്കൊണ്ടുള്ള മൗനജാഥകൾ തുടങ്ങിയ പരിപാടികൾ ആഗസ്റ്റ് മാസം 10 മുതൽ 15 വരെ തീയതികളായി നടത്തുവാനാണ് തീരുമാനം. ദേശീയ കൗൺസിൽ അംഗം വെള്ളിയാകുളം പരമേശ്വരൻ, മേഖലാ പ്രസിഡന്റ് K സോമൻ, ജില്ലാ ജനറൽ സെക്രട്ടറി അരുൺ അനിരുദ്ധൻ, ജില്ലാ ഭാരവാഹികളായ PK വാസുദേവൻ, TK സജീവ് ലാൽ, K സഞ്ജു, പൊന്നമ്മ സുരേന്ദ്രൻ, ശ്രീദേവി ബിബിൻ, സജു കുരുവിള എന്നിവർ സംസാരിച്ചു. ലോട്ടറി ഏജന്റ്സ് ആൻഡ് സബ് ഏജന്റ് സബ് കമ്മിറ്റിയുടെ സംസ്ഥാന കൺവെൻഷൻ ആലപ്പുഴയിൽ നടത്തി. ഏജന്റ്സ് ആൻഡ് സെല്ലേഴ്സ് ഫെഡറേഷൻ CITU സംസ്ഥാന കമ്മിറ്റിയുടെ നേതൃത്വത്തിലായിരുന്നു പരിപാടി.
വ്യാഴാഴ്ച രാവിലെ 9:30 NGO യൂണിയൻ ഹാളിൽ ചേർന്ന സമ്മേളനം CITU സംസ്ഥാന കമ്മിറ്റി അംഗം MV ജയരാജൻ ഉദ്ഘാടനം ചെയ്തു. ഏതു വിധത്തിലുള്ള ലോട്ടറി ആണെങ്കിലും അതിന്റെ നിയന്ത്രണം സർക്കാർ തലത്തിൽ ആയിരിക്കണമെന്ന് ഉദ്ഘാടന പ്രസംഗത്തിൽ MV ജയരാജൻ പറഞ്ഞു. ലോട്ടറിയുടെ ടിക്കറ്റിൻ്റെ സുരക്ഷിതത്വത്തെക്കുറിച്ചായിരുന്നു ചർച്ച ഏജന്റന്മാരിലും വിൽപ്പനക്കാരിലും ഉണ്ടായത്. ഇന്നിപ്പം സുരക്ഷിതത്വത്തെക്കുറിച്ച് ആർക്കും ആശങ്കയില്ല. ലോട്ടറിയുടെ നറുക്കെടുപ്പ് സുതാര്യമായി നടത്തണമെന്നതായിരുന്നു മറ്റൊരു ചർച്ച. ആ സുതാര്യമായി നടത്തുന്നതിലും ആർക്കും ഇപ്പോൾ തർക്കമില്ല. സുതാര്യമായിട്ടാണ് നടത്തുന്നത്. കാലത്തിനനുസരിച്ചുള്ള മാറ്റം ലോട്ടറി നിയമത്തിൽ, ചട്ടത്തിൽ വരുത്തേണ്ടതുണ്ട്. ഇപ്പം ലോട്ടറി നേരിടുന്ന പ്രശ്നമാണ് ജയപ്രകാശ് ഏതാനും ചില കാര്യങ്ങൾ പറയുമ്പോൾ ഞാൻ ഇവിടെ എത്തിയത്. ലോട്ടറി സർക്കാരല്ലാതെ മറ്റൊരാൾ നടത്തിക്കൂടാ. അത് ലോട്ടറി ടിക്കറ്റ് നൽകിക്കൊണ്ട് നടത്തുന്ന ലോട്ടറി ആയാലും എന്തെങ്കിലും ഉൽപ്പന്നം അതിൻ്റെ കൂടെ നമ്പർ കൊടുത്ത് നടത്തുന്ന നറുക്കെടുപ്പ് രീതിയായാലും എല്ലാം സർക്കാരിൻ്റെ നേതൃത്വത്തിൽ മാത്രമേ നടത്താൻ പാടുള്ളൂ. അങ്ങനെ വേണം ഈ അടുത്ത കാലത്ത് ഉയർന്നു വന്ന തേയില ലോട്ടറിയെ കുറിച്ച് നാം പരിശോധിക്കാൻ. യോഗത്തിൽ ഫെഡറേഷൻ സംസ്ഥാന പ്രസിഡന്റ് PR ജയപ്രകാശ് അധ്യക്ഷനായിരുന്നു. സബ് കമ്മിറ്റി സംസ്ഥാന കൺവീനർ PJ മനോജ് പ്രവർത്തന റിപ്പോർട്ടും ഫെഡറേഷൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി TB സുബൈർ സംഘടനാ റിപ്പോർട്ടും അവതരിപ്പിച്ചു. CITU ജില്ലാ സെക്രട്ടറി P ഗാനകുമാർ, ഫെഡറേഷന്റെയും സബ് കമ്മിറ്റിയുടെയും ഭാരവാഹികളായ B അശോകൻ, CB ഷജീർ, K സന്തോഷ് കുമാർ, P ശിവൻകുട്ടി, BS അഫ്സൽ, A ഷാജി തുടങ്ങിയവർ സംസാരിച്ചു. ഈ മാസം 16, 17, 18 തീയതികളിൽ നടക്കുന്ന നെൽകർഷക സംരക്ഷണ സമിതി 1ാം സംസ്ഥാന സമ്മേളനത്തിന് മുന്നോടിയായി എടത്വ പഞ്ചായത്ത് തല പൊതുയോഗം ചേർന്നു. തരങ്കണി ഓഡിറ്റോറിയത്തിൽ NKSS സംസ്ഥാന സെക്രട്ടറി കറിയാച്ചൻ ചേന്നങ്കരയുടെ അധ്യക്ഷതയിലായിരുന്നു യോഗം. കേന്ദ്ര ഗവൺമെന്റും കേരള ഗവൺമെന്റും കൂടി അംഗീകരിച്ച പൈസ നമുക്ക് നെൽവിലയായി നേടിയെടുക്കാൻ എനിക്കും നിങ്ങൾക്കും കഴിയാതെ പോയത് വലിയ ഒരു നാണക്കേടും അപകടകരമായ ഒരവസ്ഥയിലും കൂടിയല്ലേ ഞാൻ നിങ്ങളും പോകുന്നത്. ചിന്തിക്കേണ്ടത് 2023 143 രൂപ പൈസയും ഒരു കിലോയുടെ കാര്യം, അല്ലെങ്കിൽ ക്വിൻ്റലിന് 143 രൂപയും, അതിനു മുമ്പ് 100 രൂപയും, അതിനു മുമ്പ് കേരള ഗവൺമെന്റ് 1ാം പിണറായി സർക്കാരിന്റെ കാലത്ത് അവസാനത്തെ ബഡ്ജറ്റ് അവതരിപ്പിച്ച തോമസ് ഐസക്കിന്റെ കാലത്തും, അതിനുശേഷം 2ാം പിണറായി സർക്കാരിന്റെ കാലത്ത് ബാലഗോപാൽ അവതരിപ്പിച്ച വർധനവും, ബഡ്ജറ്റിൽ അവതരിപ്പിച്ച വർധനവും എല്ലാം കൂടെ കൂട്ടി നോക്കുമ്പോൾ നമുക്ക് 1 കിലോയിൽ കിട്ടാമായിരുന്ന 3 രൂപ 15 പൈസയും കൂടിയുള്ള വർധനവ് നമുക്ക് അതുപോലും ലഭ്യമാകാൻ കഴിയാതെ പോയ സാഹചര്യത്തിൽ ആണ് നമ്മൾ ഈ സമ്മേളനം കൂടുന്നത്. സംസ്ഥാന രക്ഷാധികാരി VJ ലാലി യോഗം ഉദ്ഘാടനം ചെയ്തു. NKSS വർക്കിംഗ് പ്രസിഡന്റ് PR സതീശൻ, ജനറൽ സെക്രട്ടറി സോണിച്ചൻ പുളിങ്ങൊന്ന്, വൈസ് പ്രസിഡന്റുമാരായ റോയ് ഊരാമ്പേലി, ലാലിച്ചൻ പള്ളിവാതുക്കൽ, ER രാധാകൃഷ്ണപിള്ള, കോർഡിനേറ്റർ ജോസ് കാവനാട് തുടങ്ങിയവർ സംസാരിച്ചു. സംസ്ഥാന സമ്മേളനത്തിന്റെ വിജയത്തിനായി കറിയാച്ചൻ ചേന്നങ്കര പ്രസിഡന്റായും റോയ് ഊരാമ്പേലി സെക്രട്ടറിയായും 31 അംഗ കമ്മിറ്റിയെ തിരഞ്ഞെടുത്തു. ഈ മാസം 18-ന് മാമ്പുഴക്കരിയിൽ നടക്കുന്ന നെൽകർഷക പൊതുസമ്മേളനത്തിൽ എടത്വ മേഖലയിൽ നിന്നും 500 കർഷകരെ പങ്കെടുപ്പിക്കുവാനാണ് തീരുമാനം. വയനാട് ദുരന്തത്തിന്റെ നൊമ്പരക്കാഴ്ചകൾക്ക് മുമ്പ് കേരളത്തിന്റെ ഉള്ളുലച്ച മറ്റൊരു ദുരന്തമായിരുന്നു കുവൈറ്റിലെ മംഗഫിലേത്. അഗ്നിബാധയിൽ മരിച്ച 49 പേരിൽ അധികവും മലയാളികൾ. വയനാടായാലും കുവൈറ്റ് ആയാലും ഓരോ ദുരന്തവും അതിജീവനത്തിന്റെ കഥ കൂടി പറയുന്നുണ്ട്. കുവൈറ്റ് ദുരന്തത്തിൽ പരിക്കേറ്റ് ചികിത്സയിൽ കഴിയുന്ന കുട്ടനാട്ടിലെ മങ്കൊമ്പ് സ്വദേശി അനുമോൻ ജോസഫ് KCB ന്യൂസിനോട് തന്റെ അതിജീവന കഥ പറയുന്നു. ആ നാടിന് വേണ്ടി പ്രയത്നിച്ച ഓരോ മനുഷ്യരും അവിടെ കാര്യങ്ങൾ കൃത്യമായി തന്നെ ഏകോപിപ്പിച്ചുകൊണ്ട് മുന്നിലേക്ക് പോവുകയാണ് എന്നുള്ളതാണ്. സർവമത പ്രാർത്ഥനയ്ക്ക് ശേഷമാണ് ഇന്നും മൃതദേഹങ്ങൾ സംസ്കരിച്ചത്. വയനാട്ടിലെ ഉരുൾപൊട്ടൽ ദുരന്തത്തിൽ നിന്നും തലനാരിഴയ്ക്ക് രക്ഷപ്പെട്ടവർ നിറകണ്ണുകളുമായി ആ ഭീകര രാത്രിയെക്കുറിച്ച് വിവരിക്കുമ്പോൾ ഇങ്ങ് കുട്ടനാട്ടിൽ ഈ കിടക്കയിൽ കിടന്ന് ഒരു ചെറുപ്പക്കാരൻ കണ്ണീർ വാർക്കും. മറക്കാൻ ശ്രമിക്കുമ്പോഴും താൻ നേരിട്ട ദുരന്തത്തെക്കുറിച്ചുള്ള കറുത്ത ഓർമ്മകൾ വീണ്ടും മനസ്സിലേക്ക് വിങ്ങലായി എത്തും.
കുവൈറ്റ് മംഗഫിലെ തൊഴിലാളി ക്യാമ്പിൽ ജൂലൈ 12-നുണ്ടായ അഗ്നിബാധയിൽ പരിക്കേറ്റ് ചികിത്സയിൽ തുടരുന്ന കുട്ടനാട്ടിലെ മങ്കൊമ്പ് സ്വദേശി അനുമോൻ ജോസഫിന് ഇത് 2ാം ജന്മം. ഒരേ കമ്പനിയിൽ ജോലി ചെയ്തവരിൽ 49 പേരും ക്യാമ്പിലുണ്ടായ അഗ്നിബാധയിൽ മരിച്ചു. അധികവും മലയാളികൾ. അനുമോനെപ്പോലെ പരിക്കേറ്റ് ഇപ്പോഴും ചികിത്സയിൽ തുടരുന്നവരുമുണ്ട്. മലയാളിയുടെ ഉടമസ്ഥതയിലുള്ള NBTC എന്ന കമ്പനിയിൽ 11 വർഷമായി QC എഞ്ചിനീയറായി ജോലി നോക്കുകയാണ് അനുമോൻ. പുലർച്ചെ 4-നുണ്ടായ തീപിടുത്തത്തിൽ നിന്ന് അനുമോനും സുഹൃത്തും രക്ഷപ്പെട്ടത് തലനാരിഴയ്ക്ക്. ഞങ്ങൾ എണീക്കുന്നത് തന്നെ ആൾക്കാരുടെ നിലവിളി കേട്ടോണ്ടാണ്, ശബ്ദം കേട്ടോണ്ടാണ് ഞാൻ എണീക്കുന്നത്. ഏകദേശം ഒരു 4 മണിയായിട്ടാണ് ഞാൻ എണീറ്റ് കഴിഞ്ഞപ്പോഴേ എനിക്ക് മനസ്സിലായി. കാരണം റൂം മുഴുവൻ പുകയായി. കാര്യം എന്താണെന്ന് നമുക്ക് മനസ്സിലായി. കാരണം ഈ ഒരു സമയത്തൊക്കെ അവിടെ 4 മണിക്ക് നേരം വിളിക്കും. കാരണം ഈ സമ്മർ സീസൺ ആയതുകൊണ്ട്. അപ്പം ഞാൻ പെട്ടെന്ന് തന്നെ എൻ്റെ റൂംമേറ്റിനെ വിളിച്ച്, തൊട്ടപ്പുറ ഫ്ലാറ്റ് 2 പേരുണ്ടായിരുന്നു, അവരെ ഞാൻ വിളിച്ച് ഞങ്ങൾ പെട്ടെന്ന് തന്നെ ഹാളിലോട്ട് ഇറങ്ങി കഴിഞ്ഞപ്പോൾ തന്നെ ഞങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും കാണാൻ പറ്റാത്ത രീതിയിലുള്ള പുകയായിരുന്നു. പെട്ടെന്ന് തന്നെ ഞങ്ങൾ അവിടുന്ന് തന്നെ ഹാളിൽ നിന്ന് പെട്ടെന്ന് തന്നെ ഞങ്ങൾ റൂമിലോട്ട് കയറിയപ്പോൾ റൂമിലും അങ്ങ് പുക ശരിക്കും കയറി. തൊട്ടടുത്ത് തന്നെ ഞങ്ങളുടെ ബാൽക്കണിയുടെ ചേർന്ന് തന്നെ ഒരു കേബിൾ വയർ പോകുന്നുണ്ടായിരുന്നു. ഞങ്ങൾ ഓരോരുത്തരും ആ കേബിൾ വയർ തൂങ്ങി തന്നെ അടുത്ത ബാൽക്കണിയിലോട്ട്, അത് 3ാമത്തെ ഫ്ലോറിൻ്റെ തന്നെ അടുത്ത ബാൽക്കണിയിലോട്ട് ഞങ്ങൾ കേബിൾ തൂങ്ങി തന്നെ ഇറങ്ങി. അപ്പോൾ അവിടെ കുറച്ച് പുക കുറവായിരിക്കും എന്ന് വിചാരിച്ചു നമ്മൾ. അപ്പോൾ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ഒരു 2-3 മിനിറ്റിനുള്ളിൽ തന്നെ അവിടെയും പുക കയറി തുടങ്ങി. പിന്നെ ചാടുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. കാരണം ഞങ്ങൾ 4 പേരും ഇത്രയും സമയത്തിനുള്ളിൽ ഞങ്ങൾ അണച്ചു. ഈ പുക ശ്വസിച്ച് ഞങ്ങളങ്ങ് 4 പേരും അങ്ങ് ഒരു വയ്യാത്ത സ്ഥിതിയിലോട്ട് പോയി. പിന്നെ ചാടുക എന്നല്ലാതെ വേറൊരു മാർഗ്ഗമില്ലായിരുന്നു. അങ്ങനെ ഓരോരുത്തരായിട്ട് ഞങ്ങളങ്ങ് ചാടുമായിരുന്നു. അപകടത്തിൽ നിന്ന് രക്ഷപ്പെടാൻ സാധിച്ചുവെങ്കിലും ഇന്നും ആ നടുക്കുന്ന ഓർമ്മകൾ അനുമോനെ വിട്ടൊഴിഞ്ഞിട്ടില്ല. വയനാട്ടിലെ ഉരുൾപൊട്ടലിൽ നിന്നും ഭാഗ്യം കൊണ്ട് രക്ഷപ്പെട്ടവരുടെ മാനസികാവസ്ഥ തനിക്ക് നന്നായി മനസ്സിലാവുമെന്ന് അദ്ദേഹം പറയുന്നു. അതെ, സത്യമായിട്ടും ഞാൻ വാർത്തയെല്ലാം കണ്ടുകൊണ്ടാണ് ഞാനിപ്പോൾ എൻ്റെ സമയം കളയുന്നത്. അപ്പം എനിക്കറിയാം, ഈ പറഞ്ഞ പോലെ ഓരോരുത്തരും രക്ഷപ്പെട്ട അതിൻ്റെ മരണപ്രാളം എന്താണെന്ന് എനിക്കറിയാം, കറക്റ്റ് നന്നായിട്ട് എനിക്കറിയാം. കാരണം അവർക്ക് ഞങ്ങളുടെ ആ ഒരു ദുരന്തത്തിൽ നിന്ന് രക്ഷപ്പെട്ട ഒരാളായതുകൊണ്ട് എനിക്ക് നന്നായിട്ടറിയാം ആ ഒരു മരണപ്രാളം എന്തുവാണ്, അവർ രക്ഷപ്പെട്ടവരുടെ മാനസികാവസ്ഥ എന്താണെന്ന് എനിക്ക് നന്നായിട്ട് എനിക്കറിയാം. നമുക്ക് ഈ ഒരു അനുഗ്രഹം നമുക്ക് കുറേ ഉണ്ടായിട്ടുണ്ട്. നമ്മളൊരു കേബിൾ വയർ തൂങ്ങിയാണ് നമ്മൾ ഓരോ സ്ഥലത്തോട്ട് ഷിഫ്റ്റ് ചെയ്യുന്നത്. കേബിൾ വയർ എന്ന് പറഞ്ഞാൽ നമുക്കറിയാമല്ലോ, അത് പൊട്ടിപ്പോയി കഴിഞ്ഞാൽ നേരെ ഒരു ബാലൻസ് ഇല്ലാതെ നമ്മൾ താഴോട്ട് പോകുന്നത്. അപ്പൊ അങ്ങനെ കുറേ അനുഗ്രഹങ്ങൾ നമുക്ക് ഉണ്ടായിട്ടുണ്ട്. പിന്നെ തന്നെയല്ല, ചാടുമ്പോൾ തന്നെ 1-2 പേര് ചാടി മരിച്ചിട്ടുണ്ട്. ചമ്പക്കുളം പഞ്ചായത്ത് 11-ാം വാർഡ് മങ്കൊമ്പ് തെക്കേക്കര പനക്കളം വീട്ടിൽ ജോസഫിന്റെയും അന്നമ്മയുടെയും മകനാണ് അനുമോൻ ജോസഫ്. ദൈവത്തിന്റെ അനുഗ്രഹമാണ് മകന്റെ 2ാം ജന്മമെന്ന് ഇവർ വിശ്വസിക്കുന്നു. ഒരു ദൈവസഹായം എന്ന് മാത്രമേ നമ്മൾ പറയാനുണ്ട്. ദൈവത്തോട് നന്ദി പറയാം. ഇത്രയല്ലേ ഈ വലിയൊരു ദുരന്തത്തിൽ ഇത്രയല്ലേ സംഭവിച്ചുള്ളൂ. രക്ഷപ്പെടാനുള്ള ശ്രമത്തിനിടെ കെട്ടിടത്തിന്റെ 3ാം നിലയിൽ നിന്ന് താഴേക്ക് ചാടിയ അനുമോൻ ജോസഫിന് സാരമായി പരിക്കേറ്റിരുന്നു. കുവൈറ്റിലെ ചികിത്സയ്ക്ക് ശേഷം ജൂലൈ 21-നാണ് നാട്ടിൽ തിരികെ എത്തിയത്. 4 മാസം കൂടി പരിപൂർണ വിശ്രമം വേണമെന്നാണ് ഡോക്ടർമാരുടെ നിർദ്ദേശം. വിദേശത്ത് പഠനത്തിനായി പോയിരിക്കുന്ന ഭാര്യ നിമ്മിയും LKG വിദ്യാർത്ഥി റിഹാനും നൽകുന്ന സ്നേഹവും സുഹൃത്തുക്കളുടെയും വീട്ടുകാരുടെയും കരുതലുമുള്ളതിനാൽ ഈ ദുരിതകാലം അതിവേഗം താണ്ടാനാവുമെന്ന ആത്മവിശ്വാസം ഈ ചെറുപ്പക്കാരനുണ്ട്. യാത്രക്കാർക്ക് ദീർഘകാലം ദുരിതം സമ്മാനിച്ച ചമ്പക്കുളം വലിയ പാലത്തിന്റെ സമീപന പാതകളുടെ സംരക്ഷണത്തിനായുള്ള പ്രവർത്തനങ്ങൾ പുരോഗമിക്കുന്നു. പാലത്തോട് ചേരുന്ന ഭാഗത്ത് സമീപന പാതയ്ക്ക് ഇരുവശവും കല്ലുകെട്ടി സംരക്ഷിക്കുന്ന ജോലികൾ അവസാന ഘട്ടത്തിലാണ്. കുട്ടനാട്ടിൽ ഏറെ യാത്രാ പ്രാധാന്യമുള്ള ചമ്പക്കുളം വലിയ പാലത്തിന്റെ ഇരുകരകളിലെയും സമീപന പാതകൾ ഇടിഞ്ഞു താഴുന്നത് മൂലം യാത്രക്കാർ ദുരിതത്തിലാകുന്നത് പതിവായിരുന്നു. അധികാരികളുടെ ശ്രദ്ധയിലേക്ക് പ്രശ്നമെത്തിക്കാൻ KCV ന്യൂസ് പലതവണ വാർത്താ സംപ്രേഷണം ചെയ്തു. തുടർന്ന് ചമ്പക്കുളം മൂലം ജലോത്സവത്തിന് മുൻപായി അറ്റകുറ്റപ്പണികൾ ആരംഭിച്ചുവെങ്കിലും പിന്നീട് മുടങ്ങി. ജലോത്സവത്തിന് മുൻപ് താൽക്കാലികമായി തകരാർ പരിഹരിച്ചിരുന്നുവെങ്കിലും ഈ ഭാഗത്തെ മണ്ണ് കനത്ത മഴയിൽ ഒലിച്ചുപോയതോടെ വീണ്ടും അപകടങ്ങൾ പതിവായി. ചമ്പക്കുളം ബസിലിക്കയുടെ സെമിത്തേരിക്ക് സമീപത്തായാണ് പടിഞ്ഞാറേക്കരയിലെ സമീപനപാത. ഇവിടെയും കിഴക്കേക്കരയിലും ഇരുവശവും കല്ലുകെട്ടി സംരക്ഷിക്കുന്ന പ്രവൃത്തികളാണ് ഇപ്പോൾ പുരോഗമിക്കുന്നത്. ഇത് പൂർത്തിയായ ശേഷമാവും ടാറിംഗ് നടക്കുക. അതേസമയം പാലം യാത്രയ്ക്കായി തുറന്നുകൊടുത്ത കാലം മുതൽ പലതവണ സമീപനപാത ഇടിഞ്ഞു താഴ്ന്നിട്ടുണ്ടെന്ന് പ്രദേശവാസികൾ ചൂണ്ടിക്കാട്ടുന്നു. അതിനാൽ തന്നെ ശാശ്വത പരിഹാരത്തിനായി പടിഞ്ഞാറേക്കരയിൽ ഒരു സ്പാൻ കൂടി നിർമ്മിക്കണമെന്ന ആവശ്യവും ശക്തമാണ്. പ്രസിദ്ധമായ ചമ്പക്കുളം ബസിലിക്കയടക്കം നിരവധി ആരാധനാലയങ്ങളും സ്കൂളുകളുമുള്ള പ്രദേശമാണിത്.
ആലപ്പുഴ വണ്ടാനം മെഡിക്കൽ കോളേജിലേക്ക് പോകാൻ കുട്ടനാട്ടിൽ നിന്നുള്ളവർ ആശ്രയിക്കുന്നതും ഈ വഴിയാണ്. നിർമ്മാണ പ്രവർത്തനങ്ങൾ എത്രയും വേഗം പൂർത്തിയാക്കി ജനങ്ങളുടെ യാത്രാക്ലേശം പരിഹരിക്കണമെന്നും ശാശ്വത പരിഹാരത്തിനായി ശ്രമങ്ങൾ നടത്തണമെന്നുമാണ് പ്രദേശവാസികളുടെ ആവശ്യം. മാമ്പുഴക്കരി ബ്ലോക്ക് ജംഗ്ഷൻ മുതൽ ലക്ഷം വീട് കോളനി വരെയും 442 നമ്പർ SNDP വരെയുമുള്ള റോഡ് പൊട്ടിപ്പൊളിഞ്ഞ് സഞ്ചാരയോഗ്യമല്ലാതായിട്ട് വർഷങ്ങൾ പിന്നിടുന്നു. റോഡിന്റെ പുനരുദ്ധാരണം ആവശ്യപ്പെട്ട് കോൺഗ്രസ് സേവാദൾ മണ്ഡലം കമ്മിറ്റി ബ്ലോക്ക് ഡെവലപ്മെന്റ് സെക്രട്ടറിക്ക് പരാതി നൽകി. ആലപ്പുഴ ചങ്ങനാശ്ശേരി റോഡിലെ ആദ്യത്തെ അപ്രോച്ച് റോഡാണിത്. SNDP, സ്കൂൾ, ദേവാലയങ്ങൾ എന്നിവിടങ്ങളിലേക്കടക്കം യാത്ര ചെയ്യാൻ നിരവധി ആളുകൾ ആശ്രയിക്കുന്ന വഴിയുമാണ്. റോഡിന്റെ പുനരുദ്ധാരണം ആവശ്യപ്പെട്ട് മന്ത്രിക്കും MLAയ്ക്കും നിവേദനം നൽകിയിട്ടും യാതൊരു നടപടിയും ഉണ്ടായില്ലെന്നാണ് പരാതി. റോഡിന്റെ പുനരുദ്ധാരണം ആവശ്യപ്പെട്ട് കോൺഗ്രസ് സേവാദൾ മണ്ഡലം കമ്മിറ്റി പ്രസിഡന്റ് ജോസി ഡൊമിനിക്, DCC ജനറൽ സെക്രട്ടറി പ്രമോദ് ചന്ദ്രൻ, ഡിബിൻ ദിനേശ് എന്നിവർ ചേർന്നാണ് ഇപ്പോൾ ബ്ലോക്ക് ഡെവലപ്മെന്റ് സെക്രട്ടറിക്ക് പരാതി നൽകിയിട്ടുള്ളത്. അടിയന്തരമായി നടപടി സ്വീകരിക്കാത്ത പക്ഷം ശക്തമായ സമരപരിപാടികളുമായി മുന്നോട്ടു പോകുമെന്ന് ജോസി ഡൊമിനിക് പറഞ്ഞു. ലോക മുലയൂട്ടൽ വാരാചരണത്തിന്റെ ഭാഗമായി ആലപ്പുഴ ICDS പ്രൊജക്ട് ബോധവൽക്കരണ ക്ലാസ് നടത്തി. ജില്ലാ ലീഗൽ സർവീസസ് അതോറിറ്റിയുടെ സഹകരണത്തോടെയായിരുന്നു പരിപാടി സംഘടിപ്പിച്ചത്. ലീഗൽ സർവീസസ് അതോറിറ്റി അദാലത്ത് ഹാളിൽ നടന്ന പരിപാടി സിവിൽ ജഡ്ജും സെക്രട്ടറിയുമായ പ്രമോദ് മുരളി ഉദ്ഘാടനം ചെയ്തു. ജില്ലാ ശിശു വികസന ഓഫീസർ L. ഷീബ അധ്യക്ഷയായിരുന്നു. ജില്ലാ പ്രോഗ്രാം ഓഫീസർ J. മായാലക്ഷ്മി വിഷയാവതരണം നടത്തി. ഡോക്ടർ റോസ് ജോൺസൺ ബോധവൽക്കരണ ക്ലാസ് നയിച്ചു. ആലപ്പുഴ അർബൻ ശിശു വികസന പദ്ധതി ഓഫീസർ S. സുജ, ലീഗൽ സർവീസസ് അതോറിറ്റി ജില്ലാ പ്രോഗ്രാം കോർഡിനേറ്റർ B. ബിന്ദുഭായി, ICDS സൂപ്പർവൈസർ അഞ്ജു അരുമ നായകൻ, KL മുരളീധരൻ എന്നിവർ സംസാരിച്ചു. ജലമേളകളിൽ തലവടിയുടെ അഭിമാനമാകാനൊരുങ്ങി നെപ്പോളിയൻ. തലവടിയിൽ നിർമ്മിക്കുന്ന പുതിയ വെപ്പുവള്ളം നെപ്പോളിയന്റെ മലർത്തൽ കർമ്മം ഓഗസ്റ്റ് 10 നടക്കും. തലവടിയിലെ ജലോത്സവ പ്രേമികളും പ്രവാസികളായ സുഹൃത്തുക്കളും ചേർന്നാണ് വള്ളം നിർമ്മാണത്തിന് ചുക്കാൻ പിടിക്കുന്നത്. ഓഗസ്റ്റ് 10 രാവിലെ 11 മാലിപ്പുരയിൽ വള്ളത്തിന്റെ മലർത്തൽ കർമ്മം കളിവള്ള ശില്പി സാബു നാരായണൻ ആചാരി നിർവഹിക്കും. 8 ചുണ്ടൻ വള്ളങ്ങൾ നിർമ്മിച്ചിട്ടുള്ള സാബു നാരായണൻ ആചാര്യയുടെ 3ാമത്തെ വെപ്പ് വള്ളമാണ് നെപ്പോളിയൻ. വള്ളം മലർത്തൽ ചടങ്ങിൽ ജനപ്രതിനിധികൾ, പൗരപ്രമുഖർ, നാട്ടുകാർ എന്നിവർ പങ്കെടുക്കും. സുന്നി സ്റ്റുഡൻസ് ഫെഡറേഷൻ കോട്ടയം ജില്ലാ സാഹിത്യോത്സവത്തിന് തുടക്കം കുറിച്ചതായി സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ആഗസ്റ്റ് 8 മുതൽ 11 വരെ ചങ്ങനാശ്ശേരി മുഹമ്മദൻ സ്കൂൾ ഓഡിറ്റോറിയത്തിലാണ് പരിപാടികൾ. ഏതാണ്ട് 3 വർഷം പൂർത്തിയാകാൻ ഏതാനും വർഷങ്ങൾ, അതായത് 2026 100 വർഷം പൂർത്തിയാകുന്ന സമസ്ത കേരള ജമിയത്തുലമായുടെ 50 വർഷം പൂർത്തിയായി 51ാമത്തെ വർഷമാണ് SSF രൂപീകരിച്ചിട്ടുള്ളത്. ആ SSFന്റെ 31ാമത് സാഹിത്യോത്സവം സംസ്ഥാന തലത്തിൽ വളരെ വിപുലമായി എല്ലാ വർഷവും ആഘോഷിക്കാറുണ്ട്. അതിൻ്റെ 31ാമത്തെ സാഹിത്യോത്സവമാണ് സംസ്ഥാനത്തിൻ്റെ തീരുമാനപ്രകാരം നമ്മുടെ ജില്ലയിൽ ചങ്ങനാശ്ശേരിയിൽ വെച്ച് നാളെ മുതൽ നടക്കുന്നത്. അതേസമയത്ത് ഭൗതികനും ആത്മീയനുമായ വിദ്യാർത്ഥികളെ ഒരുമിച്ച് കൂട്ടി ആത്മീയവും ഭൗതികവുമായ പുരോഗതി, സാമൂഹ്യ പ്രശ്നങ്ങളിലുള്ള ഇടപെടൽ, വിദ്യാർത്ഥികളിലുള്ള പ്രശ്നങ്ങളിൽ പരിഹരിക്കൽ, കലാലയങ്ങളിലുള്ള വിഷയങ്ങൾക്ക് വേണ്ടിയൊക്കെയാണ് SSF ഈ 50 വർഷമായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ജില്ലയിലെ വിവിധ കേന്ദ്രങ്ങളിൽ നിന്ന് തെരഞ്ഞെടുക്കപ്പെട്ട 500-ലധികം പ്രതിഭകളാണ് കലാസാഹിത്യ മത്സരങ്ങളിൽ മാറ്റുരയ്ക്കുന്നത്. മന്ത്രി VN വാസവൻ, ഡോക്ടർ അബ്ദുൽ സലാം, കൊടിക്കുന്നിൽ സുരേഷ് MP തുടങ്ങിയവർ വിവിധ പരിപാടികളിൽ പങ്കെടുക്കും. കോട്ടയം ജില്ലാ സാഹിത്യോത്സവന്റെ 31ാമത് എഡിഷനാണ് ഇക്കുറി നടക്കുന്നത്. KSM റഫീഖ് അഹമ്മദ് സക്കാഫി, ത്വാഹ യാസിൻ നുസ്രി, അബ്ദുൽ റഹീം, അമീർ സുറൈജി, CM ഷമീർ, ഷുഹൈബ് വടക്കേക്കര, ബാദുഷ നസീർ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. ഇനി ഇന്നത്തെ അറിയിപ്പുകൾ. ആലപ്പുഴ എംപ്ലോയബിലിറ്റി സെന്റർ മുഖേന സ്വകാര്യ സ്ഥാപനങ്ങളിലേക്ക് നിയമനം നടത്തുന്നതിനുള്ള അഭിമുഖം ഓഗസ്റ്റ് 9 രാവിലെ 9:30 നടക്കും. 3 കമ്പനികളിലായി 30ഓളം ഒഴിവുകളുണ്ട്. +2, ബിരുദം, ഓട്ടോമൊബൈൽ ITI ഡിപ്ലോമ യോഗ്യതയുള്ള എംപ്ലോയബിലിറ്റി സെന്ററിൽ രജിസ്റ്റർ ചെയ്ത 18-നും 35-നും ഇടയിൽ പ്രായമുള്ള തൊഴിൽ പരിചയമുള്ളവർക്കും ഇല്ലാത്തവർക്കും പങ്കെടുക്കാം.
സ്പോട്ട് രജിസ്ട്രേഷൻ ഉണ്ടാകും. കൂടുതൽ വിവരങ്ങൾക്ക് 0477 22 30 എന്ന നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്. കെൽട്രോണിൽ ഡിപ്ലോമ ഇൻ മോണ്ടിസോറി ടീച്ചർ ട്രെയിനിംഗ്, പ്രൊഫഷണൽ ഡിപ്ലോമ ഇൻ പ്രീ സ്കൂൾ ടീച്ചർ ട്രെയിനിംഗ് എന്നീ കോഴ്സുകളിലേക്ക് സ്പോട്ട് അഡ്മിഷൻ നടത്തുന്നു. താൽപ്പര്യമുള്ളവർ യോഗ്യത തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റുകളുമായി അടുത്തുള്ള കെൽട്രോൺ നോളജ് സെന്ററിലെത്തണം. കൂടുതൽ വിവരങ്ങൾക്ക് 9072592412 എന്ന നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്. ഭക്ഷ്യസുരക്ഷാ ലൈസൻസ് എടുക്കുന്നതിനും രജിസ്ട്രേഷൻ അപേക്ഷിക്കുന്നതിനും ലൈസൻസ് പുതുക്കുന്നതിനുമായി ഭക്ഷ്യസുരക്ഷാ വകുപ്പിന്റെ ആഭിമുഖ്യത്തിൽ മേള സംഘടിപ്പിക്കുന്നു. ഓഗസ്റ്റ് 12 പകൽ 9:30 മുതൽ 1:30 വരെ കളക്ടറേറ്റിന് സമീപമുള്ള NGO യൂണിയൻ ഹാളിലാണ് മേള. കൂടാതെ ആദ്യം വരുന്ന 60 വഴിയോര കച്ചവടക്കാർക്ക് ഭക്ഷ്യസുരക്ഷാ വകുപ്പിന്റെ സൗജന്യ പരിശീലന ക്ലാസും നൽകും. അമ്പലപ്പുഴ നിയോജക മണ്ഡലത്തിലുള്ള കച്ചവടക്കാർക്ക് മേളയിൽ പങ്കെടുക്കാം. രജിസ്ട്രേഷനായി ഫോട്ടോ, ആധാർ കാർഡിന്റെ പകർപ്പ്, അക്ഷയ കേന്ദ്രത്തിലെ സേവന ഫീസായ 100 രൂപ എന്നിവ കൊണ്ടുവരണം. ലൈസൻസിനും രജിസ്ട്രേഷനും 1 വർഷം മുതൽ 5 വർഷം വരെ അപേക്ഷിക്കാം. ആരാധനാലയങ്ങൾ ഭരണസമിതി അധ്യക്ഷന്റെ രേഖകളാണ് ഹാജരാക്കേണ്ടത്. കൂടുതൽ വിവരങ്ങൾക്ക് 7593873318 എന്ന നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്. ആലപ്പുഴ, കോട്ടയം, പത്തനംതിട്ട ജില്ലകളിലെ വാർത്തകൾക്കും ലൈവ് പ്രോഗ്രാമുകൾക്കുമായി മാന്യപ്രേക്ഷകർ കുട്ടനാട് കേബിൾ വിഷൻ എന്ന ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി ഇന്നത്തെ സ്വർണ്ണവില. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നു സ്വപ്ന ജ്വല്ലറി. അഴകേറും സ്വപ്നങ്ങൾക്ക് നിറവേകും സ്വപ്ന ജ്വല്ലറി, ചങ്ങനാശ്ശേരി. സ്വർണം ഗ്രാമിന് 6350 രൂപ, പവന് 50,800 രൂപ. വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.